ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു വീറ്റ് പൊറോട്ട. ഇത് ശരിക്കും പൊറോട്ട എന്നും പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ പാർസൽ എന്നൊക്കെ പറയാം കേട്ടോ. ശരിക്കും ഇത് ഡിന്നറായിട്ടും അതുപോലെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 200-250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് എപ്പോഴും ചിക്കൻ്റെ ഈ ബ്രസ്റ്റ് ഭാഗങ്ങളാണല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ ഇത് ചിക്കൻ വേവിക്കുന്ന പോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുറച്ച് മസാലപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് മസാല പുരട്ടി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിതുപോലെ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് സവാളയും വേണമല്ലോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 മീഡിയം സൈസ് സവാള നമ്മൾ ഇറച്ചിയുടെ അളവനുസരിച്ച് ഇതും കൂടെ എല്ലാം കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കാറ്. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാനിൽ ഇറച്ചിയുടെ ഒപ്പം തന്നെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുന്നത്. ആകുമ്പോൾ നമുക്കൊരു ഫ്രൈ പാനിൽ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാമല്ലോ. അതിലേക്കൊരു 1-2 ടീസ്പൂൺ കണക്കാക്കി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ബാക്കി ഈ സവാളയിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ വെന്ത് വരുമ്പോൾ. പിന്നെ ചിക്കൻ ആകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നി എനിക്ക് കേട്ടോ. എപ്പോഴും നമ്മൾ ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ വേറെ ഇട്ട് വഴറ്റിയെടുക്കലാണല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാം കൂടെ ഒരു പാത്രത്തിൽ റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 എണ്ണം കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അല്പം 2 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് മൈദയിൽ ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി എന്നൊക്കെ പറയണത് ഗോതമ്പ് പൊടിയല്ലേ. പിന്നെ അല്പം ഉപ്പും ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം കൂടാതെ നോക്കണം. അത് കുറേശ്ശെ തന്നെ ഒഴിച്ച് കുഴച്ചെടുക്കുക. അത് കൈകൊണ്ട് നല്ലോണം തന്നെ അല്പം ഓയിൽ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് മാവ് കുഴച്ചെടുക്കുക. എപ്പോഴും ചപ്പാത്തി തന്നെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ മാവ് നല്ലോണം കുഴച്ചതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഞാനൊരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഈ വേവിക്കാൻ വെച്ച ചിക്കൻ കണ്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഉള്ളിയൊക്കെ എല്ലാം കൂടെ ചിക്കനിൽ മസാലയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ പണി എളുപ്പമാണല്ലോ. ആ ഒരു ചട്ടിയിൽ തന്നെ നമുക്കിത് ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ വലിയ പീസായതുകൊണ്ട് തന്നെ ഇത് വെന്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറിയ പീസായിട്ട് പിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പീസായിട്ട് വേവിച്ചെടുക്കാനും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു പകുതി ക്യാപ്സിക്കത്തിൻ്റെ ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കാറുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 20-25 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് നന്നായിട്ട് കുഴഞ്ഞു വരണം. അപ്പോൾ അത് കഴിക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഈ കുഴച്ച മാവ് 4 എണ്ണം ഉണ്ടാക്കാനുള്ള അളവിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ മസാല ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ചിക്കൻ പീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. കണ്ടോ, അതിലേക്ക് അല്പം കുരുമുളക് പൊടി നേരത്തെ ഇടാൻ വിട്ടു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാലക്ക്. എല്ലാം കൂടെ കണ്ടോ നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു കോഴിമുട്ട ഞാൻ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അല്പം കുരുമുളക് ഇട്ടൊന്ന് അടിച്ചു വെക്കാം. ഇപ്പം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന മാവ് കണ്ടോ നന്നായിട്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ചപ്പാത്തി കല്ലിൽ ഞാൻ എണ്ണ പരത്തിയിട്ടാണ് വെളിച്ചെണ്ണ തൊട്ട് പരത്തിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. പൊടിയിടുന്നില്ല. പൊടിയിട്ട് പരത്തിയാലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഒട്ടിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ഒരുപാട് കട്ടി കുറയാൻ വേണ്ട, എന്നാൽ കട്ടിയിലും പരത്തണ്ട. അതേ രീതിയിൽ വട്ടത്തിൽ തന്നെ നല്ലോണം തന്നെ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് എഗ്ഗ് മിക്സ് ഒഴിക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഉറച്ചിരുന്നോളും വെന്ത് വരുമ്പോൾ എഗ്ഗിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കണ്ടോ 2 സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ശരിക്കും ഒരു പാർസൽ ബോക്സ് പോലെ ആക്കാം. കണ്ടോ എല്ലാം സൈഡെല്ലാം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കുള്ളൂ കേട്ടോ.
ഇനി നമുക്കിത് ചൂടായൊരു ഫ്രൈ പാനിൽ വെച്ചിട്ട് അല്പം എണ്ണ പുരട്ടിയിട്ടൊന്ന് ചുട്ടെടുക്കുക. തിരിച്ച് മറിച്ചിട്ട് കണ്ടോ, അല്പം ഒന്ന് മൊരിഞ്ഞ് വരണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, ഒരുപാട് കരിഞ്ഞു വേണ്ട. എന്നിട്ട് അല്പം അതിൻ്റെ മേലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് മൊരിച്ചെടുത്താൽ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതുപോലെ നമുക്ക് ചിക്കന് പകരം ബീഫ് മസാലയും അതുപോലെ എഗ്ഗ് മസാല, പിന്നെ ഇനി നോൺ വെജ് കഴിക്കാത്തവർക്കാണെങ്കിൽ വെജിറ്റബിൾ മസാല നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചാൽ കഴിക്കാൻ സൂപ്പറായിരിക്കുള്ളൂ. ചൂടോടുകൂടെ തന്നെ കഴിക്കുമ്പോൾ അതൊരു ടൊമാറ്റോ കെച്ചപ്പ് എന്തെങ്കിലും മതി ഇതിന് കഴിക്കാൻ വേണ്ടി, ഒന്നുമില്ലാതെ തന്നെ കഴിക്കാൻ നല്ലതാട്ടോ. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഫില്ല് ചെയ്ത് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ശരിക്കും ഡിന്നറിന് ഇത് 2 കഴിച്ചാൽ നല്ല വയറ് നല്ല ഫില്ലാവും നമുക്ക്. ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. ചപ്പാത്തി പോലെ നമ്മൾ മാവ് പരത്തിയെടുക്കുക, ഈ ഫില്ലിംഗ് ഒന്ന് വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കൽ തന്നെ. എന്നാൽ കഴിക്കാനാണെങ്കിൽ സൂപ്പറായിരിക്കുള്ളൂ. കണ്ടോ, ഇതെല്ലാം ഈ രീതിയിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിരിക്കുന്നുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. സോസ് മുക്കി ഒന്ന് കഴിച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.